ഞാനിതാ നല്ലൊരു ഉച്ചയോറൊക്കെ കഴിഞ്ഞു. സമയം ഏകദേശം 5 മണിയാവാനായിട്ടുണ്ട്. എഴുന്നേറ്റ് വരുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു ഉച്ചയോറൊക്കെ ഉറങ്ങിയിട്ട് ഒരുപാട് നാളായി. കുറച്ച് നേരം സംസാരിച്ചിരിക്കാമെന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെ വന്നിരുന്നതായിരുന്നു. പക്ഷേ ഞാൻ അങ്ങോട്ട് അറിയാതെ ഉറങ്ങിപ്പോയി. അങ്ങനെ എണീറ്റ് വന്ന് നോക്കുമ്പോൾ ആ മക്കളവിടെ തകൃതിയായിട്ട് കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളെ ശല്യമൊന്നുമില്ലാതെ സൗര്യത്തോട് വാർത്തയൊക്കെ കേട്ട് ഇരിക്കുകയാണ്. അമ്മ നല്ല ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണ് മോള് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നലെ എനിക്ക് വീഡിയോ കോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് നേരം ഐറൂസിനോട്ടും ഓളായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. ആ സമയത്താണ് തുത്തു മുകളിൽ പോയിട്ട് അലക്കിയതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഇതാ മടക്കി ഒതുക്കി വെക്കുന്ന ഒരു കലാപരിപാടിയിലാണ്. പിന്നെ വൈകുന്നേരത്തെ നമ്മുടെ ചായ കൂടി ആരംഭിച്ച് ഇമ്മയുടെ ചായ ഉണ്ടാക്കുന്നുണ്ട്. മക്കൾക്ക് ഇതാ എന്തോ നൂഡിൽസ് മതി എന്നൊക്കെ പറഞ്ഞപ്പം അതുണ്ടാക്കി കഴിക്കാണ് കേട്ടോ. ഈ തിളച്ച വെള്ളം ഒഴിച്ചിട്ടുള്ള ആ സംഭവം ഇതോളെ എന്താ പറയുക, ആ തുത്തു വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോഴിക്കോട് പോയ സമയത്ത് അവിടുന്ന് മക്കൾക്ക് വാങ്ങിയതായിരുന്നു. അപ്പോൾ ഓല് മക്കളെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതുമ്മ വരുന്നതല്ലേ ഇതുമ്മൂര് വാങ്ങിക്കൊണ്ടിരുന്നു പറഞ്ഞ് 3 വാങ്ങിയതുകൊണ്ട് ഒരു കച്ചറല്ലാതെ നല്ല രീതിയിൽ അവിടെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ ഓരോ സ്പൂണ് തന്നും മക്കൾ എന്നതാ അതിൻ്റെ ടേസ്റ്റ് വെക്കാൻ വേണ്ടി തന്നതാണ് കേട്ടോ. പക്ഷേ വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അത് തിന്നാൻ എന്തോ ഒരു എന്താ പറയുക, ആ ഒരു കൊലുകൊലില്ല, അതങ്ങനെ തിന്നാനൊരു പ്രത്യേക ഒരു ഭംഗി. എല്ലാവരും വന്നിട്ട് ഇങ്ങനെ ഒരു സ്പൂണ് നമുക്ക് വായിൽ വെച്ച് തരികയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ സൂപ്പ് ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇമ്മ അതെങ്ങനെ കഴിക്കാമെന്നും പറഞ്ഞിട്ട് ഇമ്മയും അതിങ്ങനെ വായിൽ വെച്ച് നോക്കുന്നുണ്ട്. പക്ഷേ നമുക്കത് വലിച്ചിങ്ങനെ തിന്നാൻ കഴിയണില്ല. എന്തായാലും അതൊരു രസമായിരുന്നു കേട്ടോ. അങ്ങനെ മക്കൾക്ക് അതൊക്കെ കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് ചായയും സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ ഈ സൈലബാൻ്റെ കവറിലാണ് ഞങ്ങൾക്ക് സ്നാക്സ് കൊണ്ടുവന്നത്. അതെന്താ വെച്ചാൽ ഇതാ ഈ നിലുട്ടനുണ്ടല്ലോ, കാണാതെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ കൊണ്ടുവന്ന ആ ഒരു കറുമുറാണത്. തിന്നാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അത് ചിലപ്പോൾ വയറിന് പറ്റില്ല, അല്ലെങ്കിൽ നിലുവിന് ചെറുതായിട്ടൊരു വയറിന് ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് ഓനെ കാണാതെ ഞങ്ങൾ ആ സൈലബാൻ്റെ കവറിൽ വെച്ച് ഉള്ളിൽ ആ നുറുക്കൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇരുന്നു കേട്ടോ. വൈകുന്നേരമല്ലേ മക്കളൊക്കെ ഒന്ന് കളിച്ചോട്ടെ എന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെ വെയിലൊക്കെ ആറിയ നേരത്ത് അവരവിടെ കളിക്കുന്നുണ്ട്. ഞങ്ങളിതാ അവിടെ 1, 2 പറഞ്ഞിങ്ങനെ വർത്തമാനം പറഞ്ഞ് ഇരിക്കുകയാണ്. ആ സമയത്ത് തുത്തു വീണ്ടും ക്രോഷിൻ്റെ നൂലൊക്കെ എടുത്ത് കൊണ്ടുവന്ന് തുന്നി കളിക്കുന്നുണ്ട്. ഇതുമൂന്നോട് ഡൗട്ടൊക്കെ ചോദിച്ചിട്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ. ഇതും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് അങ്ങനെ ഇങ്ങനെയൊക്കെ കളിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് തുത്തൂരിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു ഇതാ ഒരു സെറ്റ് ഉണ്ടാക്കിയതിൻ്റെ ഒരു സന്തോഷ പ്രകടനമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അങ്ങനെ വൈകുന്നേരത്തെ കളിയൊക്കെ കഴിഞ്ഞ് മക്കൾ മേലെഴുകാനും കുളിക്കാനൊക്കെ പോയി. തുത്തും മേലെഴുകാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് എനിക്കൊരു വിശപ്പ്. അപ്പോൾ ഞാൻ ഈ മുരിങ്ങാത്തോരനും ബീഫും എൻ്റെ ഉച്ചക്കത്തതാണ്. ഈ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഉച്ചക്കത്തെ സംഭവങ്ങൾ ചോറില്ലാതെ ഉപ്പേരിയും ബീഫൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് തുത്തു കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഓള് കഴിക്കാനിരുന്നത് കേട്ടോ. മക്കൾക്കുള്ള ഫുഡൊക്കെ പിന്നെ ഇമ്മ എടുത്ത് കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. മക്കളൊക്കെ ഇമ്മ എന്നെ നോക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് വർത്തമാനം പറഞ്ഞ് വന്ന ദിവസമല്ലേ കുറേ നേരം വർത്തമാനം പറയാനുണ്ടാവും. ഈ റൂമിൽ നിന്ന് കാര്യത്ത് പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ വന്ന് മേലൊക്കെ കഴുകി കിടക്കാനുള്ള പുറപ്പാടാണ്. സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നാളത്തെ ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.